ഹായ്. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവും കൂടെ നടക്കുന്ന കുറച്ച് അലിഗേഷൻസ് അല്ലെങ്കിൽ അതിനെപ്പറ്റി എടുത്തു വെച്ച് പറഞ്ഞ് ഒരു ഈച്ച് ആൻഡ് എവറിത്തിങ് മൈന്യൂട്ട് മിസ്റ്റേക്കുകൾ പോലും കണ്ടെടുത്ത് ഓരോരോരോരോ അനാവശ്യ പ്രസ്താവനകളും പ്രശ്നങ്ങളും നടത്തി വരുന്ന ഒരു രീതിക്ക് എൻ്റെ വക ഒരു എക്സ്പ്ലനേഷൻ ആദ്യം തന്നെ പറയാം. മോഹൻലാൽ വന്നിരുന്നു, മമ്മൂട്ടി വന്നിരുന്നു, മോദി വന്നിരുന്നു. മോദി ഉടുത്ത മുണ്ടിൽ തുടങ്ങി ഇങ്ങേയറ്റം സുരേഷ് ഗോപിയുടെ ഇളയ മകൾ ഇട്ടിരുന്ന ലാഞ്ച, അത് കുറച്ച് ഓപ്പൺ ആയിരുന്നു ബ്ലൗസ്, ആ ഒരു കാര്യത്തിൽ വരെ എത്തി നിൽക്കുന്നു ഈ പ്രസ്തുത വിവാഹമംഗള ചടങ്ങ്. അതിനെ എടുത്തു വെച്ച് അർമാദിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പി ഡി എഫ് സ്വാമിക്ക് എന്തൊക്കെയാണ് പറയണമെന്ന് അറിയാം. അതാരും നിങ്ങൾക്കറിയില്ല. ബ്രഹ്മ കൊഞ്ഞാണൻ എന്ന് ഞാൻ വിളിക്കുന്ന ബ്രഹ്മ കൊഞ്ഞാണൻ സുഡാപ്പികളെ പറ്റിച്ചിട്ട് അന്നം കഴിക്കുന്ന ഒരു പ്രത്യേകതരം ജീവി. ആ ജീവി എത്ര അധിക്ഷേപിക്കുകയാണെന്ന് അറിയാമോ? നമുക്ക് ഒരു രാഷ്ട്രീയത്തിനോട് വെറുപ്പ് വരാം, അകൽച്ച വരാം, പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ അവരെ അധിക്ഷേപിക്കുന്നത് മോശമായ പ്രവൃത്തിയാണ്. അതും അപ്പുറത്ത് നിൽക്കുന്നവർ ആ രാഷ്ട്രീയ അനുകൂലികൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ഓപ്പോസിറ്റായിട്ടേ നമുക്ക് വരുള്ളൂ. ചിത്രാമ്മയെ പോലെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, നമ്മുടെ കേരളത്തിൻ്റെ വാനമ്പാടി എന്നൊക്കെ വിളിക്കുന്ന ഒരു സ്ത്രീ, അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ ഒരു കാര്യം എടുത്തു വെച്ച് എത്രയോ വലിയ അവഹേളനമാണ് ഈ കൊഞ്ഞാണ നടത്തിയിട്ടുള്ളത്. നമുക്ക് പിന്നെ അത് അയാളുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ അയാൾക്ക് അരി വാങ്ങിക്കാനുള്ള ഏറ്റവും വലിയ ഉപാധി എന്ന് പറയുന്നത് അയാളുടെ യൂട്യൂബ് ചാനലാണ്. ആ ചാനലിനെ പരിപോഷിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് അൽ മുറീസ് ടീംസ് ആണ്. സോ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീയെ എടി അതേ ഇതേ എന്നൊക്കെ വിളിച്ച് അവഹേളിച്ചപ്പോൾ അയാൾക്ക് കിട്ടിയൊരു ആത്മരതിയുണ്ടല്ലോ. സന്യാസ വേഷം മാത്രമാണ്. അയാളുടെ ഉള്ളിലുള്ള ഒരു ക്രിമിനലാണ് നിങ്ങൾ അവിടെ കണ്ടത്. ഇനി ആ വിഷയത്തിലേക്ക് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. പക്ഷെ കൊഞ്ഞാണൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിഷയത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. നീ ചത്തുപോകും, നീ പിഴച്ചു പോകും, നിന്റെ മക്കൾ പുഴുത്തു പോകും, നിന്റെ മക്കൾ അങ്ങനെ ഇത്രയധികം ശാപവാക്കുകൾ പറയാനും മാത്രം സുരേഷ് ഗോപി എന്താ തെറ്റിയത് മകളെ വിവാഹം നടത്തിയത്? അദ്ദേഹം ഒരു ഫെയിമിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അവിടെ ഒരു മംഗളകാര്യം നടക്കുന്നുണ്ടെങ്കിൽ അതിൽ മാറ്റി നിർത്തൽപ്പെടലുകൾ ഉണ്ടെങ്കിൽ നമുക്കത് മാന്യമായി പറയാം, അതെ ശരിയായ നടപടിയല്ല. ഈ ശാപം കൊടുക്കാനും മാത്രം എന്തോ? ആ കുട്ടികൾക്കും ഫീലിങ്സ് ഉണ്ട്. നിന്റെ മകളെ പോലെ തന്നെ ഇന്ത്യൻ നാഷണലാണ് അവരും. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അവരെയും കൂടെ ചേർത്ത് പിടിച്ച വിവാഹം നടത്തണം. അതൊരു മംഗളകരമായ ഒരു എക്സ്പ്ലനേഷൻ നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു വിമർശന രീതിയാണ്. അതിന് പകരം സുഡാപ്പികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപിയുടെ മകളെ പ്രാകുമ്പോൾ എന്താണ് കിട്ടുന്നത്? ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു നടനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എനിക്ക് ഇഷ്ടമില്ല, പക്ഷെ നല്ലൊരു വ്യക്തിയാണ്, നല്ല നടനാണ്. ഇത് രണ്ടിലും തർക്കമില്ലാത്തൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹത്തിനെ കൊണ്ട് എന്തെങ്കിലും പറയിക്കുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് മറുപടിയായിട്ട് ആശയം കൊണ്ട് വിമർശിക്കാം. പകരം ഇത്തരം ഘോഷത്തരങ്ങളാണോ പറയുന്നത്? കൊഞ്ഞാണനെ നല്ല അടി കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ്. എന്തായാലും മുറി ടീംസിൻ്റെ കൂടെ ചേർന്ന് മുറിഞ്ഞതിൻ്റെ അല്ലെങ്കിൽ മുറിച്ചതിൻ്റെ മുറിയിക്കാനുള്ള പ്ലാനിങ്ങിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ആ കാണിക്കുന്നത്. കരഞ്ഞോളൂ, നന്നായിട്ട് കരഞ്ഞോളൂ. ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് കേരളത്തിലേക്ക് വന്ന് പറഞ്ഞാൽ അത് ഇന്ന പാർട്ടി ഇന്ന വിഭാഗമൊന്നുമില്ല, നല്ല ചുട്ട അടി കിട്ടുമെന്നുള്ള തർക്കമേ വേണ്ട. അതൊരു വിഷയം. അടുത്ത ഈ കുട്ടിയുടെ ഡ്രസ് കോഡിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അനുകൂലികൾ വരെ ഡ്രസ്സ് ശ്രദ്ധിച്ചില്ല, ഡ്രസ്സ് ശരിയായില്ല. എന്തൊക്കെ എക്സ്പ്ലനേഷൻസാണ് ആ കുട്ടിക്ക് കൊടുക്കുന്നത്? ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളാണ്. ആ 4 മക്കളെയും നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരുപാട് കാര്യമുണ്ട്. എളിമയും മര്യാദയും ഒക്കെ സുരേഷ് ഗോപി ആ കുട്ടികൾക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട്. സാധാരണ ഈ കൃഷ്ണകുമാറിൻ്റെ മക്കളെ കമ്പാരിസൺ വെച്ച് നോക്കുമ്പം ഈ കുട്ടികളെ വളരെ വളരെ ഒരു പോയിന്റിലേക്ക്, നല്ലൊരു പോയിന്റ് ഓഫ് വ്യൂവിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം അവർ വളരെ അച്ചടക്കമായി ജീവിക്കുന്ന കുട്ടികൾ. കൃഷ്ണകുമാറിൻ്റെ മക്കൾ അച്ചടക്കമില്ലെന്നല്ല പറയുന്നത്. അവരും കൂടെ കുറച്ചുകൂടെ മോഡേണിസം ഒക്കെ അവരുടെ ലൈഫിൽ കൊണ്ടുവരുടെ ഇൻസ്റ്റൈലൊക്കെ അവർ കുറേ മോഡേൺ ഡ്രസ്സൊക്കെ ഇത് ചെയ്യുക എന്നൊക്കെയുണ്ട്. ഈ കുട്ടികൾ അങ്ങനെ ഇതുവരെയും വന്നിട്ടില്ല. ഒരു വിവാഹവേദിയിൽ ഇട്ടിരിക്കുന്ന ലാഞ്ചയുടെ ബാക്ക് സൈഡ് ഓപ്പൺ ആയി എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ അവഹേളിക്കുന്നത്, ഒന്നും കിട്ടാതിരിക്കുന്ന ഈ പഴം വിഴുങ്ങികളുടെ കയ്യിലേക്ക് ആ കുട്ടിയുടെ ഈ ഒരു സാധനം മാത്രം കിട്ടി. അതിൻ്റെ ബ്ലൗസിൻ്റെ ബാക്കിലുള്ള ഓപ്പൺ, അതൊരു പ്രശ്നമാണ്. മനസ്സിലായില്ലേ? സ്ത്രീയുടെ ഡ്രസ്സിലാണ് പ്രശ്നമായിരിക്കുന്നത്. നോക്കാൻ വേറെ ആ കുട്ടിയുടെ ഫേസ് കണ്ടില്ല, അവളെ കണ്ണ് കണ്ടില്ല, അവളുടെ ആ സൗന്ദര്യം വേറെ ഒന്നും കണ്ടില്ല, അവളുടെ ഡ്രസ്സാണ് പ്രശ്നം. അതും ബിക്കിനി എല്ലാ കുട്ടി ഇട്ടിരിക്കണേന്ന് കൊണ്ട് ഓർത്താൽ ലാഞ്ച് ചെയ്യണം. ഈ ഒരു വിഷയം അവിടെ നിൽക്കാം. ഇനി ഇപ്പോൾ കൂടുതലായിട്ട് കുറേ അധികം പേര് പുതിയൊരു വേർഷനും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. തലമുടി നീട്ടി വളർത്തിയ മരുമകൻ. അത് ബ്രാഹ്മണന്മാരുടെ ഒരു രീതിയാണ്. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ അങ്ങനെ വളർത്താൻ ആഗ്രഹിക്കുന്നവരാണ്. ഈ ആണുങ്ങൾ തലമുടി വെട്ടണം, പെണ്ണുങ്ങൾ തലനീട്ടി വളർത്തണം എന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? അതെന്ത് രീതിയാണത്? പിന്നെ ഇപ്പോൾ ഒരു ദളിത് ആയിട്ടുള്ള ഒരാളെ പോലീസ് തല്ലിക്കൊന്നിട്ടുണ്ട്. ഈ മുടി നീട്ടി വളർത്തി കറുപ്പ് കളറായിരുന്നവനെ അകാരണമായി തല്ലിക്കൊന്നു എന്നാണ് പറയുന്നത്. അതാണ് ഇപ്പോൾ യുക്തിവാദികളൊക്കെ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്. എൻ്റെ ചോദ്യം എന്താണ്? ഈ ഒരു മംഗള ചടങ്ങിൽ അയാൾക്ക് ഇഷ്ടമുള്ളൊരു വസ്ത്രവും അയാൾക്ക് ഇഷ്ടമുള്ള രീതി അയാളുടെ മുടിയും വളർത്തി വെച്ചിരുന്നാൽ അത് കമ്പാരിസൺ ചെയ്യേണ്ടത് ഈ ദളിതനെ വെച്ചിട്ടാണോ?
എന്ത് ബോധമില്ലായ്മയാണ് ഈ പറയുന്നതെന്നുള്ളതാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തിനെ വിശദീകരിക്കുന്നു, അല്ലെങ്കിൽ എന്തിനെ നിങ്ങൾ കമ്പാരിസൺ ചെയ്യുന്നു എന്ന് പോലും മനസ്സിലാകുന്നില്ല. ഭയങ്കര ബോറായിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ മക്കളുടെ വിവാഹമായാലും മക്കളുടെ ആറ്റിറ്റ്യൂഡായാലും ഞാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനെ എതിർത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ വാക്കുകൾ എനിക്ക് മനസ്സിലായൊരു കാര്യം പറയാം. ഇത്രയും നല്ലൊരു വിവാഹം ഇനി ഈ കേരളക്കരയിൽ ഉണ്ടാകുമോ എന്ന് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. ആർഭാടമില്ലാതെ, എന്നാൽ ആർഭാടമുണ്ട് താൻ, വളരെ ലാളിത്യത്തോടു കൂടി എന്നാൽ അത്യധികം ആർഭാടത്തോടു കൂടി നടന്ന ഒരു സൂപ്പർ കല്യാണം. ഇത്രയധികം പാർട്ടിസിപ്പൻറ്റ്, പ്രധാനമന്ത്രി വരെ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത, എല്ലാവരും അനുഗ്രഹിച്ച, സന്തോഷത്തോടെ കണ്ട, ഒരു പൊടിക്ക് പോലും നമുക്കൊരു അസൂയയോ ഒരു ടെൻഷനോ ഒന്നും തോന്നാത്ത, മിക്കവാറും വിവാഹങ്ങൾ കുറേയധികം ഗോൾഡൊക്കെ ഇട്ട് പെൺകുട്ടികളൊന്ന് കുറേ അങ്ങ് കാണിക്കുമ്പോൾ ഈ സാധാരണ ഇതൊന്നും ഇടാൻ കഴിയാത്തവരുടെ ഉള്ളിലൊരു നീറ്റലുണ്ടാകും. ഇത് ഒന്നുമില്ലാത്ത ഒരു സാധാരണ വീട്ടിൽ കുഞ്ഞിനെ കല്യാണം കഴിപ്പിച്ചയക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ചയച്ചു. ഞാൻ പ്രതീക്ഷിച്ചത് കിരീടവും കുറേ സ്വർണ്ണ പാത്രവും ഒക്കെ കൊണ്ടുവന്ന് അങ്ങനെ കൊടുത്ത് കളിക്കുന്ന ഇദ്ദേഹം മകളുടെ ദേഹം പൊന്നുകൊണ്ട് മൂടുമെന്നാണ് കരുതിയത്. ഇതൊരു മെസ്സേജാണ് പൊതുസമൂഹത്തിന് അദ്ദേഹം കൊടുക്കുന്നത്. ബാക്കി അദ്ദേഹത്തിൻ്റെ പാർട്ടി വിടൂ, രാഷ്ട്രീയം വിടൂ, ഇതൊരു വലിയ മെസ്സേജാണ് കൊടുക്കുന്നത്. സ്ത്രീക്കാണ് പ്രിയോറിറ്റി, അന്നത്തെ നവവധുവിനാണ് പ്രിയോറിറ്റി, അല്ല അവളിടുന്ന ഡ്രസ്സിലോ അവളിടുന്ന ആ ആഭരണങ്ങളിലോ അല്ല എന്ന് പറയാതെ പറഞ്ഞു വെച്ചു. ജാതിമത വ്യത്യാസമില്ലാതെ അയാളുടെ കൊളീഗ്സിനെ കൃത്യമായി അയാൾ ശരിക്ക് അവർ രണ്ടുപേരെയും ചേർത്ത് നിർത്തി, മഹാനടന്മാരെ ചേർത്ത് നിർത്തി അദ്ദേഹം രണ്ടുപേർക്കും വിഷമമുണ്ടാക്കാത്ത രീതിയിൽ ബിഹേവ് ചെയ്തില്ലേ? മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒരേപോലെ എൻ്റർടൈൻ ചെയ്തു. മമ്മൂട്ടി ചെയ്ത ഒരു കാര്യം എനിക്ക് ഭയങ്കരമായി സന്തോഷം തോന്നി. നമ്മളുടെ ഒന്നും ഇതിനകത്ത് തലയിൽ കൈവച്ചൊരു അനുഗ്രഹം കൊടുക്കുന്ന രീതിയില്ല. മമ്മൂട്ടി മനസ്സറിഞ്ഞ് തന്നെയാണോ അറിയാതെയാണോ എന്നറിയില്ല, കൈകൊണ്ട് ആ കുട്ടി അനുഗ്രഹിക്കുന്നൊരു ടൈം. സോ ഇത് ജാതി മതത്തിന് അപ്പാർട്ട് ജാതി, ഇതിനൊക്കെ അതിൻ്റെ മുകളിലേക്ക് മറ്റൊരു തലത്തിലേക്ക് ഈ വിവാഹത്തിനെ കൊണ്ട് എത്തിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ആ പെൺകുട്ടിയുടെ ബോഡി ഷേമിങ് നടത്തുന്ന കൊഞ്ഞാണനെ പോലുള്ളവർക്ക് വിവാഹവുമില്ല, വിവാഹത്തിൽ കുട്ടികളുമില്ല, ആ രീതിയിൽ ഒരു രീതിയിലുള്ള സന്തോഷം അനുഭവിക്കാൻ പറ്റാത്തതിൻ്റെ ഫ്രസ്ട്രേഷനാണ് മുറിക്കൂട്ടത്തിൻ്റെ കൂടെ ചേർന്ന് തീർക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഒരു വ്യക്തിയുടെ രാഷ്ട്രീയത്തിന് നമ്മൾക്ക് എതിർപ്പ് വരാം, ഒരു വ്യക്തിയുടെ ചില ആറ്റിറ്റ്യൂഡിനോട് നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് വരാം. അതിൻ്റെ അർത്ഥം ആ വ്യക്തിയുടെ വീട്ടിലുള്ളവരതെല്ലാം അനുഭവിക്കണമെന്നല്ല, നിർബന്ധമുള്ള കാര്യമല്ല. എല്ലാവരെയും വിളിച്ചൊരു മാസീവായിട്ടുള്ള ഇൻവിറ്റേഷൻ എല്ലാവർക്കും പോയിട്ടുണ്ട്. ആർക്കും പരാതിയില്ല. മഞ്ജു വാര്യരുടെ കാര്യം പറയുന്നുണ്ട്. മേ ബി അതെന്ത് റീസൺ ആണെന്ന് എനിക്കറിയത്തില്ല. മഞ്ജു വാര്യർ നേരിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇങ്ങനെ കുറേ ന്യൂസുകൾ കാണുന്നുണ്ട്. ക്വൈറ്റ് പേഴ്സണൽ ആയിരിക്കാം. ഒരു പക്ഷേ ദിലീപുമായി ഒരുപാട് ഇടപഴകി നിൽക്കുന്ന ഒരാളായതുകൊണ്ടായിരിക്കും മഞ്ജുവിനെ അവോയ്ഡ് ചെയ്യണമെന്നുള്ളൊരു അനിവാര്യ ഘട്ടമുണ്ടായിരിക്കും. അതെന്താണെന്ന് അറിയത്തില്ലല്ലോ. അപ്പം നമ്മുടെ നാട്ടിലും കുടുംബങ്ങളിലും ഒക്കെ നടക്കുന്ന വിവാഹങ്ങളിൽ ചില നീക്കി നിർത്തലുകൾ ഉണ്ടാകാറുണ്ടല്ലോ. അത് ക്വൈറ്റ് പേഴ്സണലായി കൂടി ഇനി വിളിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് കൃത്യമായി നമുക്കും അറിയത്തില്ലല്ലോ. എന്ത് നടന്നതാണെന്ന് വരാലും ആ ഒരു മൈന്യൂട്ട് സാധനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ടോ? എന്തായാലും ദിലീപ് അവിടെ വരും, അവിടേക്ക് മഞ്ജുവും കൂടെ വന്ന് അങ്ങനെ ഒരു സിനാരിയോ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നിയിട്ടും ഉണ്ടാകാം. അതായിരിക്കത്തില്ലേ വാസ്തവം? എന്താണെന്ന് നമുക്കറിയില്ല. ഏതായാലും അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് ഖണ്ഡിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. പക്ഷേ ബാക്കി എല്ലാം കൊണ്ടും എല്ലാവരെയും ഞെട്ടിച്ച് കളഞ്ഞ ഒരു വിവാഹം എന്ന് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്പം പൊങ്ങത്തരമൊക്കെ ഉണ്ട് സുരേഷ് ഗോപിക്ക്, അതില്ല എന്ന് പറയുന്നില്ല. ഇച്ചിരി പൊങ്ങത്തരവും ഇച്ചിരി ബ്രാഹ്മണിക്കൽ കിഞ്ചിമണിയും ഒക്കെ ഉള്ള ആൾ തന്നെയാണ്, തർക്കമില്ല. പക്ഷേ ഈ വിവാഹത്തിൽ അതിനകത്ത് കുറ്റം കണ്ടുപിടിച്ച് അദ്ദേഹത്തിനെ കളിയാക്കാൻ നോക്കുന്നവർക്ക് സത്യം പറഞ്ഞാൽ നല്ല സോക്കേടാണ് കേട്ടോ. വാസ്തവത്തിൽ നിങ്ങൾക്ക് പൊളിറ്റിക്സ് അല്ല, അദ്ദേഹത്തിനോടുള്ള തീവ്രമായ അസൂയയാണ് കാണിക്കുന്നത്. അദ്ദേഹം തൃശ്ശൂർ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ആ പാർട്ടി തൃശ്ശൂർ ജയിക്കുകയോ എന്നുള്ളതിനെ ഉപരി ഈ ഒരു വിഷയത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പമാണ്. നന്നായി നടത്തിയ, മംഗളപൂർവ്വമായി നടത്തിയ, നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയുന്ന അത്രയും നല്ല കാര്യങ്ങൾ അതിനകത്തുണ്ട്. അയാളുടെ ഭാര്യയെ കണ്ടോ, മകളെപ്പോലെ ഇരിക്കുന്നുണ്ട്. അമ്മാതിരി ആ സ്ത്രീ അങ്ങനെ നിൽക്കണമെങ്കിൽ അയാളിൽ നല്ലൊരു ഭർത്താവില്ലേ? ആ കുടുംബം അത്ര സന്തോഷമുള്ളത് കൊണ്ടല്ലേ ആ കുട്ടികൾ അങ്ങനെ പോകുന്നത്? അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഒരാളുടെ അഭിപ്രായം, അയാളുടെ രാഷ്ട്രീയം, അയാളുടെ കുഞ്ഞുങ്ങളെയും കൂടെ ഉപദ്രവിക്കുന്ന രീതിയിൽ നിങ്ങൾ എങ്ങനെയാണ് ഇത് കൃഷ്ണകുമാറിൻ്റെ മക്കളിൽ കണ്ടിട്ടുണ്ട്. ആ കുട്ടികൾ എത്ര സൗന്ദര്യമുള്ള കുട്ടികളാണ്, എന്ത് നല്ല ആറ്റിറ്റ്യൂഡുള്ള പിള്ളേരാണ്. ഇപ്പോൾ ഉള്ള ആ ഗോമാതാ കി ജയ് പറഞ്ഞ ആ കുട്ടിയെ ഒഴിച്ച് ബാക്കി 3 കുട്ടികൾ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റും പറയാൻ തയ്യാറായി വന്നില്ലല്ലോ. ഇനി പറഞ്ഞാൽ മാത്രമേ ഒരു എതിരഭിപ്രായം ഉണ്ടാകൂ. നല്ല ടാലൻ്റുള്ള നല്ല കലാകാരികളാണ്. അവരെ പോലും കൃഷ്ണകുമാറിൻ്റെ രാഷ്ട്രീയം വെച്ച് ആക്രമിക്കുന്ന ഒരു സിനാരിയോ ഉണ്ട്. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്ത് നീതിയാണുള്ളത്? ഈ നാട്ടിൽ ഒരു രാഷ്ട്രീയം പറയാൻ ആർക്കും അധികാരമില്ലേ? രാഷ്ട്രീയം വേണ്ട ഒരു കാര്യമാണ്, ഓരോ പൗരനും വേണം. അവരുടെ രാഷ്ട്രീയക്കാർ
അല്ലെങ്കിൽ അവരുടെ പൂർവ്വ പിതാമഹന്മാരോ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയം നോർത്ത് സൈഡിലുള്ളവരോ മറ്റൊരു രീതിയിൽ ഉപയോഗിച്ചെങ്കിൽ, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കേരളത്തിലില്ല എങ്കിൽ അവരെ ആ രീതിയിൽ കാണുന്നതല്ലേ ശരിയായ ഒരു നടപടി. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. സംഗീ മങ്കി എന്നൊക്കെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ തത്തയ്ക്കും തള്ളയ്ക്കും വിളിക്കും. കാരണം എനിക്ക് തീരെ ബോധവും വിവരവും ഇല്ലാത്ത ഒരു സ്ത്രീയാണ്. ഞാൻ തെറിവിളിക്കാരിയും കൂടിയാണ്. അതും കൂടെ ഓർത്തോണം. ചങ്കി മങ്കി എന്ന് വിളിച്ചുകൊണ്ട് വന്നുകൊണ്ട് പറയരുത്. എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. പല പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്തൊരു കാര്യമാണ്. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഞാൻ വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയം തന്നെയാണ്. പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹം നല്ലൊരു അച്ഛനാണെന്ന് തെളിയിച്ചു. ഈ നാട്ടിലുള്ള അത്രയും വേദന അനുഭവിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾക്ക് സമാധാനവും സന്തോഷവും കൊടുക്കാൻ ഈ വിവാഹം കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെയും വിവാഹം നടത്താം മംഗളകരമായി. പ്രഹസനങ്ങളുണ്ട് പലരും. ഒരു വിവാഹവേദിയിൽ 100 കുട്ടികളുടെ സമൂഹ വിവാഹം നടത്തുന്നു. പിന്നെ വലിയ കാര്യമാണ്. അട്ടർ വേസ്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യും. ഒരു കാര്യം ചെയ്യാം, കുറച്ച് ഓഫൻ കുട്ടികളുണ്ട്, അവരെയൊക്കെ കൊണ്ടുവന്ന് ഈ വിവാഹത്തിൽ പങ്കെടുപ്പിക്കാം നമ്മളുടെ ബന്ധുക്കളെന്ന് കരുതി. അത് പിന്നെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാവുന്ന കാര്യമാണ്. കുറേ കുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കുന്നു, കുറേ കുട്ടികൾക്ക് ഗോൾഡ് കൊടുക്കുന്നു, കുറേ കുട്ടികൾക്ക് സാരി വാങ്ങിക്കൊടുക്കുന്നു. നോ, എൻ്റെ മകളുടെ വിവാഹം എന്താ ഞാൻ ഇങ്ങനെയാണ് നടത്തിയത്. എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റും. രവി പിള്ളയുടെയൊക്കെ എന്തായിരുന്നു ആ ബഹളങ്ങൾ. അതിന് നേർ വിപരീതമായി ആളുകൾ മൂക്കത്ത് വിരൽ വെക്കുന്ന രീതിയിൽ നന്നായി തന്നെ ആർഭാടത്തോടു കൂടി തന്നെ സന്തോഷത്തോടു കൂടി തന്നെ അത് നടത്തി. കാണാൻ എന്ത് രസം, എന്ത് സുഖം, സന്തോഷം മാത്രം. എത്ര നന്നായിട്ടാണ് ആ വിവാഹം നടന്നിട്ട് പങ്കെടുത്തവർക്കൊക്കെ തന്നെ സന്തോഷം. ഒരാൾക്ക് പോലും കംപ്ലൈൻറ്റ് ഇല്ല. ഒരാളെയും ഫോക്കസ് ചെയ്ത് ഭയങ്കര സ്റ്റാർഡവും ഒന്നുമില്ലാതെ സന്തോഷപൂർവ്വം മംഗളപൂർവ്വം തീർന്ന ഒരു വിവാഹത്തിനെ സുടുക്കളെ നിങ്ങൾക്ക് പിരിയാന്താണെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. നിങ്ങൾ അമിതമായി കാണിക്കുന്ന ഈ ആവേശം കൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്ന ജെന്യൂനിറ്റിയാണ്. നിങ്ങൾ ജെന്യൂനായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ വിമർശിക്കൂ. രാഷ്ട്രീയപരമായി അദ്ദേഹം നടക്കുന്ന പ്രസ്താവനകളൊക്കെ എതിർപ്പ് പറയാം. അദ്ദേഹം ചെയ്യുന്ന ശരികൾ നമ്മൾ കാണാതെ പോയി അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ മാത്രം ബൂസ്റ്റപ്പ് ചെയ്യുന്നത് ശരിയായൊരു നടപടിയേ അല്ല. ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാനൊക്കത്തില്ല. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിരുന്നു. ഇക്കാര്യം പറയണമെന്ന് തോന്നി. എൻ്റെ നീതിബോധം. താങ്ക് യു സോ മച്ച്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചങ്കി മങ്കി കുങ്കി എന്നൊക്കെ വിളിച്ചോണ്ട് വന്നു പറഞ്ഞാൽ ഞാൻ പിന്നെ തങ്കി തുങ്കി തുങ്കി എന്ന് തിരിച്ചും പറയും. അപ്പോൾ പറയുന്നത് ഞാൻ തെറിത്താത്തയാണെന്ന് കേട്ടോ. താങ്ക് യു.